യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിൽ ഡെലിവർ ചെയ്തിട്ടുള്ള ഡേവിഡ് ആറ്റൻബറോയുടെ ഒരു സ്പീച്ചാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ് മീ ടെൽ യു സംതിങ് അബൌട്ട് ഡേവിഡ് ആറ്റൻബറോ. David Attenborough is famous for his documentaries that are related to life and nature. നേച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നേച്ചറിനെ കാണിക്കുന്ന തരത്തിലുള്ള ഡോക്യുമെൻ്ററീസ് എടുത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു ബ്രിട്ടീഷ് റൈറ്ററാണ്, ഓൾസോ ബ്രിട്ടീഷ് പ്രസൻറ്ററാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഇദ്ദേഹത്തിൻ്റെ ആ സ്പീച്ചിനകത്ത് പറയുന്നത് നേച്ചറിനെ പറ്റിയിട്ടായിരിക്കും. ആൻഡ് ഓൾസോ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിലാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ തീം എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിക്കാണും. ഇനി നമുക്ക് ഈ സ്പീച്ചിനുള്ളിൽ എന്താണ് ഉള്ളതെന്ന് നോക്കാം. അവിടെയുള്ള ഡെലിഗേറ്റ്സിനോടെല്ലാമായിട്ട് അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ടെന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് സംസാരിക്കേണ്ടത് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഇൻ അറ്റ്മോസ്ഫിയർ എന്നുള്ളതാണ്. അറ്റ്മോസ്ഫിയറിനകത്ത് എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് കാർബണിൻ്റെ പ്രസൻസ് ഉള്ളത്, ഇതിനെപ്പറ്റി സംസാരിച്ചാൽ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ട് നല്ല വിധത്തിലൊരു ഐഡിയ കിട്ടുമെന്ന് പറയുന്നു. ഹ്യൂമൻ ബീയിങ്സും ഏർത്തുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിനെ കാണിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് കാർബൺ പ്രസൻസിനെ പറ്റിയിട്ട് അതിനെ അഡ്രസ്സ് ചെയ്ത് കൊണ്ട് സംസാരിക്കുക എന്നതുള്ളതാണ്. കാരണം കാർബണിൻ്റെ പ്രസൻസ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഗ്ലോബൽ ടെമ്പറേച്ചർ. അപ്പം ഈ കാർബണിൻ്റെ സോഴ്സിനെ പറ്റിയിട്ടും കാർബൺ എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് വരുത്തുന്നത് എന്നതും ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഈ സ്പീച്ചിനകത്ത് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഹിസ്റ്ററിയെ പറ്റി പഠിക്കുന്നവർക്ക് മനസ്സിലാവും, ബിറ്റ്വീൻ 180 ആൻഡ് 300 ഈ 2 ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കാർബൺ ലെവൽ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലോബൽ ടെമ്പറേച്ചർ എങ്ങനെയെന്ന് പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ചില നേരം ഭയങ്കര കുറയും, ചില നേരം ഭയങ്കര കൂടും, അങ്ങനെ ആ ഒരു ലെവലിലായിരുന്നു. അതുകൊണ്ട് നമുക്കൊട്ടും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ സമയത്ത് വളരെ സ്മോൾ നമ്പർ ഓഫ് ഹ്യൂമൻ ബീങ്സ് മാത്രമേ സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു 10,000 വർഷങ്ങൾക്ക് മുൻപ് നോക്കുവാണെങ്കിൽ ആ സമയത്ത് ഈ കാർബൺ ലെവൽ ഒന്ന് സ്റ്റെബിലൈസ് ആയിട്ട് വന്നു. ഇതേപോലെ ഹ്യൂജ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് സ്റ്റെബിലൈസ് ആയപ്പോഴത്തേക്കും നമുക്ക് കൾട്ടിവേഷൻ, ഓൾസോ നമ്മളുടെ സിവിലൈസേഷന് ഗ്രോത്ത് ഒക്കെ ഉണ്ടായി. ആ ഒരു സമയത്താണ് ഹ്യൂമൻ ബീങ്സും കൂടെ ഒന്ന് സ്റ്റേബിളായിട്ട് മാറിയത്. അതായത് കാർബണിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കാർബണിൻ്റെ പ്രസൻസിൽ വരുന്ന വേരിയേഷൻ കാരണം ഗ്ലോബൽ ടെമ്പറേച്ചറിലും വേരിയേഷൻസ് വരുന്നു. അത് കാരണം ഹ്യൂമൻ ബീങ്സിന് പോലും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരവസ്ഥ ഉള്ളൊരു കാലമുണ്ടായിരുന്നു ഒരു സമയത്ത്. The speaker has also added a very important point, which is human activities like deforestation as well as the burning of fossil fuel is creating negative effects on environment. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബണിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് അതിന് ഭയങ്കര ഫ്ലക്ച്വേഷൻ വന്നപ്പം നമുക്കിവിടെ താമസിക്കാൻ പറ്റാണ്ടായി, ഹ്യൂമൻ ബീങ്സിന് സർവൈവ് ചെയ്യാൻ പറ്റാണ്ടായി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ അത് ഒരു സമയമായപ്പോഴത്തേക്കും ഒന്ന് സ്റ്റെബിലൈസായി നമ്മൾ പിന്നെ ജീവിച്ചു തുടങ്ങിയെന്നും പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ നമ്മളുടെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ മോഡേണൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, urbanization ഈ കാര്യങ്ങളൊക്കെ വന്നപ്പം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കാട് പതുക്കെ വെട്ടി അങ്ങ് നാടാക്കി, അവിടെ മൊത്തം കാടൊക്കെ നശിപ്പിച്ചു തുടങ്ങി. അതുപോലെ തന്നെ നമ്മളുടെ ഫോസിൽ ഫ്യൂവൽസ് എല്ലാം ബേൺ ചെയ്തു തുടങ്ങി. ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ കാർബൺ എമിഷൻ വല്ലാതെ അങ്ങ് ഇൻക്രീസായി. നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചെടുത്തോണ്ട് വന്നത് ഏത് എലമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി ആണോ അത് തന്നെയാണ് നിങ്ങളിപ്പം വീണ്ടും ഫ്ലക്ച്വേഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരുത്തുന്നത് നിങ്ങളുടെ ആക്ടിവിറ്റീസ് കാരണം. അത് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ഈ ആക്ടിവിറ്റീസ് കാരണം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ ടെമ്പറേച്ചറിൻ്റെ വലിയ തരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാൻ പോകുവാണ് എന്നല്ല, ഓൾറെഡി ഉണ്ടായിക്കഴിഞ്ഞു. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം തൻ്റെ ആക്ടിവിറ്റീസിലൂടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഹ്യൂമൻ ബീങ്സിനെ ഇത് എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇതൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും യാതൊരുവിധ ഇൻപുട്ടും കൊടുക്കാത്ത കുറച്ച് വൾണറബിൾ ഗ്രൂപ്പ് ഉണ്ട്, ഒരു പോപ്പുലേഷൻ ഉണ്ട്.
പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പ്രശ്നങ്ങളെല്ലാം ആദ്യം തന്നെ എഫക്റ്റ് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷനെയാണ്. ഹ്യൂമൻ ബീങ്സിലേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. വരുമ്പോഴത്തേക്കും അതൊരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു പ്രോബ്ലം ആയിട്ട് തന്നെയായിരിക്കും ഹ്യൂമൻ ബീങ്സ് അതിനെ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഈ സ്പീച്ച് കേട്ടിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നമ്മളുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഈ വേൾഡിലേക്ക് തന്നെയാണോ വരുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുകയാണ് ചെയ്യുന്നത്. ഈ വേൾഡ് എങ്ങോട്ടാണ് പോകുന്നത്? ഇത്രയും ക്ലൈമറ്റ് ചേഞ്ച്, ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചും പ്രോബ്ലംസും ഒക്കെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയെ പറ്റിയിട്ട് ആലോചിക്കാൻ കൂടി വയ്യ എന്നുള്ള തരത്തിൽ ഒരാൾ തിരിച്ച് ഒരു കമൻറ്റ് പറയുന്നുണ്ട്. As a reply to this comment, David says that you don't have to be worried about the future generation because that's an entirely different question. ഫ്യൂച്ചർ ജനറേഷനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ട സമയമായിട്ടില്ല. കാരണം അവിടം വരെ എത്തിയിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ കേസിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ ലെവലിലുള്ള ടെമ്പറേച്ചർ ചേഞ്ചും ഒക്കെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷൻ ഇപ്പോൾ ഉണ്ട്. നമ്മളുടെയൊക്കെ യങ്ങർ ജനറേഷൻ ഉണ്ടല്ലോ, ഇവിടെയുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു യങ്ങർ ജനറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെയാണ് എഫക്റ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പം അതാണ് നമ്മൾ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ട കാര്യം. അവിടെയാണ് ഒരു പ്രശ്നം വരാൻ പോകുന്നത്. ഓൾസോ ഈ കാര്യങ്ങളെല്ലാം ടാക്കിൾ ചെയ്യാനായിട്ടുള്ള, ഈ ക്രൈസിസിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ടുള്ള എല്ലാവിധ ടൂൾസും നോളജ്, ഇൻഫർമേഷൻ, കാര്യങ്ങളെല്ലാം ഹ്യൂമൻ ബീങ്സിൻ്റെ കയ്യിലുണ്ട്. നമ്മളത് എങ്ങനെ എടുത്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് അതിൻ്റെ സൊല്യൂഷൻ ഇരിക്കുന്നത്. ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നാണ് നിങ്ങളുടെ ക്വസ്റ്റൻ എങ്കിൽ, ഓഫ് കോഴ്സ് എ ന്യൂ കൈൻഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വിൽ ഡു. ന്യൂ കൈൻഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കാര്യങ്ങളല്ല. മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ടുള്ള മിസ്റ്റേക്സാണ് ഇപ്പം വന്ന് കിടക്കുന്നത്. പക്ഷേ നമുക്ക് വേണ്ടുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വേണം. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയലൈസേഷനിലൂടെ മാത്രമേ നമുക്ക് ഈ പോയ കാര്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കാനായിട്ട് പറ്റൂ. നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഇപ്പോൾ ഉള്ള കാർബണിൻ്റെ ഒരു പ്രസൻസ് ഇല്ലേ, ആ പ്രസൻസിനെ റീക്യാപ്ചർ ചെയ്തെടുക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് മാർഗമായിട്ടുള്ളൂ. What you have to do here is bring back the nature that you have already destroyed. നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ നേച്ചറിനെ നിങ്ങൾ തന്നെ തിരികെ കൊണ്ടുവരിക. ഡീഫോറസ്റ്റേഷനിലൂടെ കുറേ ഫോറസ്റ്റ് നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു. ഇതിനെല്ലാം തിരികെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ നേച്ചർ തന്നെ ഈ അറ്റ്മോസ്ഫിയറിലുള്ള കാർബണെ റീക്യാപ്ചർ ചെയ്ത് നിങ്ങൾക്ക് നേരെ ചൊവ്വേ ജീവിക്കാനായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ശരിയാക്കി തരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു ഇൻഡിവിജ്വൽ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, പകരം നേഷൻ മൊത്തത്തിൽ വിചാരിക്കണം. നമ്മൾ കുറേ നാളായിട്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു നേഷനും ഇതുവരെ പോസിബിൾ ആയിട്ടില്ല. അത് എന്താണ് അവിടെ പ്രശ്നം എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കണം. നമ്മളിങ്ങനെ അത് വേണം ഇത് വേണം ഇങ്ങനത്തുള്ള ഡെവലപ്മെൻറ്റ് വേണം എന്നൊക്കെ പറയുമ്പോഴും നമ്മളുടെ നേച്ചറാണ് അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ എഫക്ട്സ് ആണ് നിങ്ങളിപ്പം ഈ ടെമ്പറേച്ചറിലുള്ള ഫ്ലക്ച്വേഷനിലൂടെയൊക്കെ നിങ്ങൾ കാണുന്നത്. ഹൗ ടു അറ്റൈൻ ഗുഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വിത്തൗട്ട് അഡ്വേഴ്സലി അഫക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് എപ്പോഴും മുന്നിൽ കാണേണ്ടത്. അത് അച്ചീവ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരൊറ്റ ഇൻഡിവിജ്വൽ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ നേഷൻ വിചാരിച്ചാലോ നടക്കത്തില്ല. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനും പകരം അതിൻ്റെ ഒപ്പം തന്നെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അതിന് ഹാർഷായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുന്ന തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാനും എന്താണ് ചെയ്യേണ്ടത്? ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ, ഗ്ലോബൽ സപ്പോർട്ട്. ഒരൊറ്റ നേഷനല്ല, ഒരൊറ്റ വ്യക്തിയല്ല, ഹോൾ എൻറ്റയർ വേൾഡ് വിചാരിച്ചാൽ മാത്രമേ അത് പോസിബിളായിട്ട് മാറുന്നുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ ഫിയർ അല്ല, പകരം ഹോപ്പാണ് വരേണ്ടത്. ഇറ്റ് ഈസ് പോസിബിൾ ടു കൺവേർട്ട് ദിസ് ഹോൾ സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ, ഒരു പോസിറ്റീവ് രീതിയിൽ ഈ സിറ്റുവേഷൻ എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം നമ്മളുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എൻവയോൺമെൻറ്റൽ ചേഞ്ചിനെ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ ഭയന്നുകൊണ്ടാവരുത് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഇഷ്ടത്തോടു കൂടി നല്ല പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് വേണം അവിടെ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്.
ഇതൊക്കെ കൊണ്ട് തന്നെ സ്പീക്കർ ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇമ്മീഡിയറ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. ഈ കോൺഫറൻസിൽ നിന്നും ഇപ്പം ഞാൻ ഈ പറയുന്ന കുറച്ച് വാക്കുകളിൽ നിന്നും അല്ലെങ്കിൽ ഈ കോൺഫറൻസിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ കാർബൺ എമിഷൻ എങ്ങനെയെങ്കിലും കുറയ്ക്കാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്സ് നിങ്ങൾ എടുക്കണം. അങ്ങനെ നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷൻ ആയിരിക്കും ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അപ്പം ഫ്യൂച്ചർ ജനറേഷൻ ഈസ് ഗോയിങ് ടു ജഡ്ജ് യു. നിങ്ങളുടെ ഈ കോൺഫറൻസിൽ നിങ്ങളെടുത്ത തീരുമാനം കാരണം കാർബൺ എമിഷൻ കുറയുന്നുണ്ടോ അതോ കൂടുന്നുണ്ടോ, അതോ ഈ ടെമ്പറേച്ചറിനകത്തുള്ള ഫ്ലക്ച്വേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ഫ്യൂച്ചർ ജനറേഷൻ നമ്മൾ ഇന്ന് ഈ നിമിഷം എടുക്കുന്ന തീരുമാനത്തിൽ നിന്നാണ് നമ്മളെ ജഡ്ജ് ചെയ്യാനായിട്ട് പോകുന്നത്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. വളരെ സങ്കടത്തോടെ ഡേവിഡ് ആറ്റൻബറോ ഒരു കാര്യം പറയുന്നുണ്ട്, എൻ്റെ ഹോൾ ലൈഫിൽ ഞാൻ കണ്ടത് ഈ ക്ലൈമറ്റ് ചേഞ്ചാണ്, എങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സിൻ്റെ ആക്ടിവിറ്റീസ് നേച്ചറിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഫ്യൂച്ചർ ജനറേഷനെങ്കിലും എൻ്റെ ചില ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എൻ്റെ കൂടെ എന്നെ പോലെ ചിന്തിക്കുന്ന കുറച്ച് പേരുടെ ആക്ടിവിറ്റീസ് കാരണം എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നതും ഈ കോൺഫറൻസിൽ ഒരു പാർട്ടാവുന്നതും. ഇനി വരുന്ന ജനറേഷനെയെങ്കിലും ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്ന് രക്ഷിക്കാമല്ലോ, അങ്ങനെ ആ ഒരു ഹോപ്പ്, അങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഈ സ്പീച്ച് എൻഡ് ചെയ്യുന്നത്.